ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഒന്ന്, നമ്മൾ ആദ്യം പോകുന്നത് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മീൻ വാങ്ങിക്കാൻ വീടിനടുത്തുള്ള ഒരു മീൻ കടയിലേക്കാണ്. അപ്പോൾ നമുക്ക് അത് പോയി കാണാം. അത് കൂടാതെ വീട്ടിലുള്ള ഒരു നല്ല അടിപൊളി അക്വേറിയം കൂടി കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിലെ അക്വേറിയം. അപ്പോൾ നമുക്ക് പോയാലോ? വരൂ. അപ്പോൾ ഇതാ നമ്മൾ മീൻ കടയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇത് വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയുള്ളതാണ് കേട്ടോ. ഇത് നോക്കൂ, എന്തോരം മീനുകളാണെന്നറിയോ. നമ്മളിപ്പോൾ വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന ആ ഒരു അത്രയും മീനുകളൊന്നല്ല, എന്നാലും നമുക്കൊരു അത്യാവശ്യത്തിന് മീൻ വാങ്ങിക്കാനുണ്ടെങ്കിൽ എപ്പോഴും വീടിൻ്റെ അടുത്തുള്ള മീൻ കടകളായിരിക്കുമല്ലോ നമുക്ക് ശാശ്വതമാവുന്നത്, അല്ലേ? ഇവിടെ എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. അതാ വറ്റ, അതുപോലെ തന്നെ ആഗോലി, പിന്നെ അയില, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് നങ്ക് വാങ്ങിച്ചു, അതുപോലെ തന്നെ വറ്റയും വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് തരും. കുറച്ച് വലിയ ഇങ്ങനത്തെ വറ്റയും അതുപോലെ നങ്ക് അങ്ങനത്തെ ക്ലീൻ ചെയ്ത് തരും. പക്ഷേ ചെറിയ മത്തിയാവൊന്നും ക്ലീൻ ചെയ്ത് തരില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നങ്കും അതുപോലെ വറ്റയൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ചേട്ടൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ക്ലീനിങ്ങിന്. അപ്പം നമ്മൾ വാങ്ങിച്ച നങ്കും അതുപോലെ വറ്റയും ക്ലീൻ ചെയ്യുവാണ്. നങ്കിനെ ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, ഒരു ചെറിയൊരു കത്തി വെച്ചിട്ട് ചെറിയൊരു വര പോലെ ഉണ്ടാക്കി അതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് കൂടെ നീക്കിയിട്ട് പിന്നെ ചാക്കിൻ്റെ ഒരു കഷ്ണം കൊണ്ടാണ് ആ തൊലി വലിച്ചു വരുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുന്നത് വെച്ചാൽ മീനിൽ കൈ വഴുകിപ്പോവും. നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുമ്പോഴത്തേനും ഒരു ചെറിയൊരു കത്തി കൊണ്ട് ചെറിയൊരു മുറി പോലെ ഉണ്ടാക്കിയിട്ട് ആ തൊലിയിൽ നമ്മൾ പിടിക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ കൈ ഇനി വിഴുകിപ്പോവും. അപ്പോൾ ഇത് നല്ലൊരു സൂത്രമാണ് കേട്ടോ. ഒരു ചാക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ സുഖമാണ്. ഈ ചേട്ടൻ ഇങ്ങനെ ചാക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ വലിച്ചു ഊരുവാണ്. അതേപോലെ തന്നെ വറ്റയും കട്ട് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടി. അപ്പോൾ ഇനി മീനുമായിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലേക്കുള്ള മീനൊക്കെ വാങ്ങിച്ച് പോകുന്നു. ഇനി അടുത്തത് നമ്മുടെ വീഡിയോയിൽ എന്താണെന്നറിയോ, ഞങ്ങളുടെ വീട്ടിലുള്ള അക്വേറിയത്തിനെയാണ്. ഞാൻ എപ്പോഴും ഇവിടെ മീൻ കൊണ്ടിടുന്ന കാര്യമൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ അക്വേറിയം അങ്ങനെ ഇതുവരെയും ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് അക്വേറിയം. എൻ്റെ താഴത്ത് നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ. അക്വേറിയം ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ മീനുകൾ, ഇതിനകത്തൊരു അലമാരി ഫെസിലിറ്റി കൂടി ഈ സ്റ്റാൻഡിനകത്തുണ്ട്. കാരണം നമുക്ക് മീനുകളുടെ ഭക്ഷണം, പിന്നെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പമ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റാൻഡിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രോ പോലെ ഉണ്ടല്ലോ, അതിനകത്ത് വെക്കാം. ഇതൊരു വലിയ പൊക്കമൊന്നുമില്ല, നല്ലൊരു ഫിഷ് ടാങ്കിൻ്റെ ഒരു ആവറേജ് വലിപ്പമുള്ള ഫിഷ് ടാങ്കിന് പറ്റിയ ഒരു സ്റ്റാൻഡ്, അലമാരിയും ആയിട്ട് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ മീനുകളുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാമല്ലോ. ഈ അക്വേറിയത്തിനകത്ത് ഞങ്ങൾ സാധാ നമ്മുടെ ഇലച്ചെടികളുണ്ടല്ലോ, നമുക്ക് ഈ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ മീനുകൾക്ക് കഴിക്കാനും കൂടി പറ്റുന്ന ഇലച്ചെടികൾ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാവുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇതുങ്ങളിങ്ങനെ കടിച്ച് അത് മൊത്തം ആ വെള്ളത്തിൽ അങ്ങനെ വീഴും. എന്നാൽ അത് കഴിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ അധികം കഴിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മീൻ തീറ്റയുണ്ട്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചില നല്ല നല്ല മരങ്ങളും ഇതൊക്കെ ഉണ്ട് അക്വേറിയത്തിനകത്ത് വെക്കാൻ. അതിവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യം അക്വേറിയത്തിനകത്ത് അങ്ങനത്തെ ആ ഒരു ഫാൻസി മരങ്ങൾ വെക്കുമ്പോൾ അതിന് കുറച്ച് അര ഉണ്ടാവും അതിൻ്റെ ഇലകൾക്കെല്ലാം. അത് നാച്ചുറൽ അല്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും, ചില മീനുകൾ അതിൽ കുടുങ്ങി ഒരുപാട് മീനുകൾ ഇങ്ങനെ ചത്തുപോകും. അത് ഭയങ്കര സങ്കടവും നമുക്ക് കാണുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒന്നും ഇതിനകത്ത് വെക്കാത്തത്. ഇതിപ്പോൾ വെച്ചേക്കുന്നത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ മീൻ തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ മറ്റേ ഇലകൾ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കുഴപ്പമുണ്ട്, അവരിങ്ങനെ കഴിക്കത്തുമില്ല. വെറുതെ അതിങ്ങനെ കടിച്ച് മൊത്തം ഇങ്ങനെ വെള്ളം മുഴുവനും കലങ്ങിപ്പോവും. അപ്പോൾ ഏറ്റവും ബെറ്റർ മീൻ തീറ്റ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. കൂടുതലും ഗോൾഡ് ഫിഷാണ്. അത് കൂടാതെ ഗൗരാമി, പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, ഈ പല കളർഫുൾ മീനുകളുണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ മെയിൻ അക്വേറിയമാണ്. ഇത് കൂടാണ്ട് വേറെ അക്വേറിയംസ് ഉണ്ട് കേട്ടോ. ചെറുതുണ്ട്, ചെറിയൊരു അക്വേറിയം കൂടിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇതാണ് മെയിൻ അക്വേറിയം. പക്ഷെ ഇതിൽ പല വലിപ്പത്തിലുള്ള മീനുകളുണ്ടെങ്കിലും ഇവരെല്ലാവരും ഒരു 3-4 വർഷമായിട്ട് ഇതിനകത്തുള്ള മീനുകളാണ്. അപ്പോൾ ഭയങ്കര കൂട്ടാണ്. വലുതെന്നോ ചെറുതെന്നോ ഒരു വകഭേദ വ്യത്യാസവും ഇല്ലാതെ തന്നെ അവർ ഭയങ്കര കൂട്ടാണ് കേട്ടോ. സാധാരണ തീരെ ചെറിയ മീനുകളെ വലിയ മീനുകൾ ഉപദ്രവിക്കുന്ന ഒരു പതിവുണ്ട്. ഇതൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ്, ഒരു അലമാരിയും കൂടിയാണത്. അത് തുറക്കുമ്പോൾ ഫിഷിൻ്റെ തീറ്റ കണ്ടോ. ഇതും പിന്നെ അതുപോലെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പമ്പ്, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ. കാരണം നമുക്ക് ഫുൾ സെറ്റപ്പായിട്ട് തന്നെ ഉപയോഗിക്കാം സ്റ്റാൻഡ്.
ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ സൈഡ് വ്യൂ ആണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുള്ള ഫിഷ് ടാങ്കിൻ്റെ ആ ഒരു ഭംഗിയാണ് കേട്ടോ. ഇനി ഞാൻ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന് കണ്ടു നോക്കണേ. എനിക്ക് വീട്ടിലിങ്ങനെ മീനുകളെയൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടമാണോ? നല്ല രസമല്ലേ നമ്മുടെ വീട്ടിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ജീവനുകൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ലൈഫാണല്ലോ അല്ലേ? ഈ മീനുകളൊക്കെ പറഞ്ഞാൽ ഒരു ജീവനുള്ളതുങ്ങളാണല്ലോ. അപ്പോൾ നല്ലൊരു ലൈഫാണ് ശരിക്കും ഇതുങ്ങൾ. അതുപോലെ തന്നെ ചെടികൾ, ഇതൊക്കെ നടുന്നതും ചെടികൾ നടുന്നതും ഇതുപോലെ മീനുകളെയൊക്കെ വളർത്തുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ്? ഹലോ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.